എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹലോ. നിങ്ങൾ കളിക്കാൻ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളുമൊത്ത് നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പോകുകയാണ്. ഹായ്, ഇത് നിങ്ങളുടെ സുഹൃത്ത് ബാർണിയാണ്. നിങ്ങളുമായി ഒരു പ്രത്യേക ക്രിസ്മസ് കഥ പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഥയുടെ പേര് ബാർണിയുടെ ക്രിസ്മസ് സർപ്രൈസ് എന്നാണ്. രചയിതാവ് മാർക്കസ് ബെർണ്ടാലാണ്. അദ്ദേഹം പഴയ വാക്കുകൾ എഴുതി. ചിത്രകാരൻ ബിൽ ആൾജറാണ്. അദ്ദേഹം എല്ലാ വർണ്ണാഭമായ ചിത്രങ്ങളും വരച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കഥ കേൾക്കാനും പുസ്തകത്തിലെ മനോഹരമായ ചിത്രങ്ങൾ നോക്കാനുമുള്ള സമയമായി. അടുക്കളയിൽ അത് വളരെ ചൂടുള്ളതായിരുന്നു. ബേബി ബോബ് അവയിൽ രുചികരമായ ഐസിംഗ് വിതറിയപ്പോൾ ബാർണി കുക്കികൾ ചുട്ടു. എനിക്ക് ക്രിസ്മസിനായി കാത്തിരിക്കാനാവില്ല, വിജയ് വിളിച്ചു പറഞ്ഞു. നമുക്ക് ഇപ്പോൾ സമ്മാനങ്ങളിൽ ചിലത് ഉണ്ടാക്കാമോ? കഴിയുമോ? ഡബിൾ ക്വോട്ട്, ബേബി ബോബ് ആവേശത്തോടെ ചോദിച്ചു. 3 സുഹൃത്തുക്കളും അവരുടെ സമ്മാനങ്ങൾക്കായി പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി. ബാർണി വിജയ്ക്ക് വേണ്ടി ഒരു മര ട്രക്ക് ഉണ്ടാക്കി. വിജയ് ബേബി ബോബിനായി ഒരു സോക്ക് പാവ അലങ്കരിച്ചു. ബേബി ബോബ് ബാർണിക്ക് വേണ്ടി ഒരു വർണ്ണാഭമായ ചിത്രം വരച്ചു. പിന്നെ അവർ ക്രിസ്മസ് സമ്മാനങ്ങൾ മനോഹരമായ കടലാസിലും റിബണുകളിലും വില്ലുകളിലും പൊതിഞ്ഞു. ഓ കുട്ടി, ഈ പെട്ടിയിൽ എന്റെ പേരുണ്ട്, വിജയ് അലറി. വെളുത്ത മഞ്ഞ് എല്ലാം മൂടി. മരങ്ങൾ വളരെ മനോഹരമായി കാണപ്പെടുന്നു, ബേബി ബോബ് പറഞ്ഞു. മൃഗങ്ങൾ വളരെ തണുപ്പും വിശപ്പും ഉള്ളതായി തോന്നുന്നു, വിജയ് പറഞ്ഞു. മഞ്ഞ് അവരുടെ എല്ലാ ഭക്ഷണവും മൂടി. പെട്ടെന്ന് 3 ദിനോസറുകൾക്കും ഒരു അത്ഭുതകരമായ ആശയം ലഭിച്ചു. ബേബി ബോട്ട് ആപ്പിളിനായി ലൂപ്പുകൾ ഉണ്ടാക്കി. വിജയ് രുചികരമായ കാരറ്റുകളുടെ കുലകൾ ഒരുമിച്ച് കെട്ടുന്നു. ബാർണി ക്രിസ്പി പോപ്കോണും തടിച്ച ക്രാൻബെറികളും ഒരുമിച്ച് കെട്ടിയപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊരു പ്രത്യേക ക്രിസ്മസ് സർപ്രൈസ് ആയിരിക്കും. ഒടുവിൽ ക്രിസ്മസ് പ്രഭാതമെത്തി. ഉറക്കെ ഉറങ്ങുന്ന മൃഗങ്ങൾ അത്ഭുതകരമായ എന്തോ ഒന്ന് കണ്ടുണർന്നു. അണ്ണാന്മാർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ബാർണിയും വിജയും ബേബി ബോബും മൃഗങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ കൊണ്ട് ഒരു ചെറിയ പൈൻ മരം അലങ്കരിച്ചിരുന്നു. ക്രിസ്മസ് ആശംസകൾ, 3 സന്തോഷകരമായ ദിനോസറുകൾ വിളിച്ചു പറഞ്ഞു. ക്രിസ്മസ് രാവിലെ എല്ലാവരും ചെറിയ മരത്തിന് ചുറ്റും കളിച്ചു. അപ്പോൾ ബേബി ബോബ് ആവേശത്തോടെ ചോദിച്ചു, നമുക്കിപ്പോൾ അകത്തേക്ക് പോയി നമ്മുടെ സമ്മാനങ്ങൾ തുറക്കാമോ? ഡബിൾ ക്വോട്ട്, ഡബിൾ ക്വോട്ട്. ഓ, നന്ദി ബേബി ബോബ്, ആ മനോഹരമായ ചിത്രത്തിന്, ബാർണി പറഞ്ഞു. ബേബി ബോബ് ആക്രോശിച്ചു, ഇത് എന്റെ പ്രിയപ്പെട്ട പാവയാണ്, വിജയ്. നന്ദി, ഡബിൾ ക്വോട്ട്. നിങ്ങൾക്ക് സ്വാഗതം സിസ്സി, വിജയ് ഒരു പുതിയ കളിപ്പാട്ടം തള്ളിക്കൊണ്ട് മറുപടി പറഞ്ഞു. എനിക്കു വേണ്ടി നീ ഉണ്ടാക്കിയ ട്രക്ക് ശരിക്കും അടിപൊളിയാണ്, ബാർണി. പ്രത്യേക സമ്മാനങ്ങൾ ലഭിക്കുന്നത് നല്ലതാണ്, ബേബി ബോബ് പറഞ്ഞു. പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നതും നല്ലതാണ്, വിജയ് ആക്രോശിച്ചു. അവസാനം, ഓ, അതൊരു രസകരമായ കഥയായിരുന്നു.
നമ്മുടെ സുഹൃത്തുക്കളുമായി സമ്മാനങ്ങൾ പങ്കിടുന്നത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നതിനുള്ള ഒരു പ്രത്യേക മാർഗമാണ്. ക്രിസ്മസ് എന്നാൽ അതാണ്. ക്രിസ്മസ് ആശംസകൾ. ബാർണീസ് വണ്ടർഫുൾ വിന്റർ ഡേ എന്ന ഈ പ്രത്യേക പുസ്തകത്തിലേക്ക് സ്വാഗതം. രചയിതാവ് സ്റ്റീവൻ വൈറ്റാണ്. അദ്ദേഹം എല്ലാ വാക്കുകളും എഴുതി. ചിത്രകാരൻ ബിൽ ലാംഗ്ലിയാണ്. അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു. ഒരു ശൈത്യകാല പ്രഭാതത്തിൽ ബേബി ബോബ് തന്റെ കൈ ഒരു തണുത്തുറഞ്ഞ ജനാലയിലൂടെ തടവി. ഓ, നോക്കൂ! അവൾ ബാർണിയെയും അവളുടെ സഹോദരൻ ബിജയെയും വിളിച്ചു. ഇന്നലെ രാത്രി മഞ്ഞുവീഴ്ചയുണ്ടായി. കൊള്ളാം, ബിജെ പറഞ്ഞു. നമുക്ക് പുറത്തുപോയി കളിക്കാമോ, ബാർണി? തീർച്ചയായും, ബാർണി ചിരിച്ചു. ആദ്യം നമുക്ക് ഏറ്റവും ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പിന്നെ മൂക്ക് മുതൽ കാൽവിരൽ വരെ തണുപ്പ് അനുഭവപ്പെടുന്നതുവരെ നമുക്ക് പുറത്ത് കളിക്കാം. ഓ കുട്ടി! ബാർണി പുറത്തേക്ക് കാലെടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. എല്ലായിടത്തും മഞ്ഞുണ്ട്. ഒരു വലിയ വെളുത്ത മേഘത്തിന്റെ മുകളിലാണെന്ന് നമുക്ക് നടിക്കാം. ബിജെ ചിരിച്ചു. സന്തോഷകരമായ വിറയലോടെ ബേബി ബോബ് പറഞ്ഞു. ഇതൊരു തണുത്ത മേഘമാണ്. ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടും. ബാർണി പറഞ്ഞു. നല്ലത്, ബിജെ പറഞ്ഞു. മൂക്ക് മുതൽ കാൽവിരൽ വരെ തണുപ്പ് അനുഭവപ്പെടുന്നതുവരെ നമുക്ക് ആസ്വദിക്കാം. ബിജെ ഒരു വലിയ ശ്വാസം എടുത്തു. പിന്നെ അത് വീണ്ടും ഊതി. തണുത്ത വായുവിൽ ഒരു ചെറിയ മേഘമുണ്ടാക്കി. നോക്കൂ, ഞാൻ ഒരു തീ ശ്വസിക്കുന്ന വ്യാളിയായി അഭിനയിക്കുകയാണ്. ബിജെ ചിരിച്ചു. എന്നിട്ട് അവൻ മറ്റൊരു ചെറിയ വെളുത്ത മേഘത്തെ വായുവിലേക്ക് അലറി. ബേബി ബോബ് ഒരു പീയിട്ടി മഞ്ഞുകോരിയെടുത്ത് ഒരു പന്താക്കി. ഞാൻ എറിയുന്നത് നോക്കൂ, ഡബിൾ കോട്ട്, അവൾ വിളിച്ചു. ബേബി ബോബ് ആ സ്നോബോൾ കഴിയുന്നത്ര ദൂരത്തേക്ക് എറിഞ്ഞു. അത് വായുവിലൂടെ പറന്നു. പിന്നീട് നിലത്ത് പതിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു. മൂക്ക് മുതൽ കാൽവിരൽ വരെ ആരെങ്കിലും തണുത്തിട്ടുണ്ടോ? ബാർണി ചോദിച്ചു. എനിക്ക് തണുപ്പില്ല, ബിജെ പറഞ്ഞു. എനിക്ക് തണുപ്പില്ല, ബേബി ബോബ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സർപ്രൈസ് എടുക്കാൻ പോകാം, ബാർണി പറഞ്ഞു. സർപ്രൈസ്? എന്തായിരിക്കുമെന്ന് എനിക്ക് ആശ്ചര്യമുണ്ട്, ബേബി ബോബ് ചോദിച്ചു. അപ്പോൾ ബിജയും ബേബി ബോബും രണ്ട് പുതിയ ശബ്ദങ്ങൾ കേട്ടു. ഡബിൾ കോട്ട്. ക്ലോപ്പ് 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 എന്ന് പറയുന്ന എന്തോ ഞാൻ കേൾക്കുന്നു, ബിജെ പറഞ്ഞു. ജിംഗിൾ ജിംഗിൾ എന്ന് പറയുന്ന എന്തോ ഞാൻ കേൾക്കുന്നു, ബേബി ബോബ് പറഞ്ഞു. അപ്പോൾ ബിജയും ബേബി ബോബും ബാർണിയുടെ സർപ്രൈസ് കണ്ടു. അതൊരു കുതിരയാണ്, ബിജെ പറഞ്ഞു. യഥാർത്ഥ മണികളോടെ, ബേബി ബോബ് പറഞ്ഞു. ഇത് കുതിരവണ്ടിയാണ്. ബാർണി ചിരിച്ചു. അവയെ സ്ലീ ബെൽസ് എന്ന് വിളിക്കുന്നു. നമുക്കൊരു സവാരിക്ക് പോകാമോ, ബേബി ബോബ് ചോദിച്ചു. ചെന്ന് കയറൂ, ബാർണി പറഞ്ഞു. നമുക്ക് ശൈത്യകാലത്ത് ധാരാളം കളികൾ കളിക്കാൻ കഴിയുന്ന ഒരു പാർക്കിലേക്ക് പോകുകയാണ്. മഞ്ഞുമൂടിയ കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും ഒരു ബാർണിയും ബിജയും ബേബി ബോബും സവാരി ചെയ്തു. ചില കാട്ടുമൃഗങ്ങൾ ക്ലോപ്പ് ക്ലോപ്പിന്റെയും ജിംഗിൾ ജിംഗിളിന്റെയും ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ അവരെ പിന്തുടർന്നു. ഞങ്ങൾക്ക് കുറച്ച് പുതിയ സുഹൃത്തുക്കളുണ്ടെന്ന് ഞാൻ കരുതുന്നു, ബേബി ബോബ് ചിരിച്ചു. ബാർണി ചെറിയ മൃഗങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ്, അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഒരു സ്നോ മാലാഖയെ ഉണ്ടാക്കണം, ബേബി ബോബ് പറഞ്ഞു. പിന്നെ അവൾ കിടന്നുറങ്ങി മഞ്ഞിലൂടെ കൈകളും കാലുകളും മുന്നോട്ടും പിന്നോട്ടും വിരിച്ചു. കണ്ടോ, അവൾ ചിരിച്ചു. ഒരു സ്നോ മാലാഖ. കുഞ്ഞ് ബോബ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാർണി ചോദിച്ചു. മൂക്ക് മുതൽ കാൽവിരൽ വരെ ആർക്കെങ്കിലും തണുപ്പുണ്ടോ? ഞാനല്ല, ബിജെ വിളിച്ചു. ഞാനുമല്ല, ബേബി ബോബ് വിളിച്ചു. എങ്കിൽ നമുക്ക് കളിക്കുന്നത് തുടരാം.
ബാർണി ചിരിച്ചു. അടുത്തതായി ബാർണിയും കൂട്ടുകാരും സ്കീയിംഗ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ സ്കീകൾ കാലിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു മഞ്ഞുമൂടിയ കുന്നിൻ മുകളിലേക്ക് തെന്നിമാറാം. ബാർണി പറഞ്ഞു. അത് രസകരമാണെന്ന് തോന്നുന്നു. ബിജെ പറഞ്ഞു. പക്ഷേ ബേബി ബോപ്പിന് അത്ര ഉറപ്പില്ലായിരുന്നു. എനിക്ക് അല്പം പേടിയാണ്. അവൾ ബാർണിയോട് മന്ത്രിച്ചു. ബാർണി നന്നായി പറഞ്ഞു. നിന്നെപ്പോലുള്ള ഒരു കൊച്ചു സുഹൃത്തിന് അനുയോജ്യമായ ഒരു ചെറിയ കുന്ന് എനിക്കറിയാം. അവൻ ശരിക്കും അങ്ങനെ ചെയ്തു. ബേബി ബോപ്പ് പറഞ്ഞു. അതിനുശേഷം ബാർണിയും ബിജയും ബേബി ബോപ്പും എല്ലാവരും സ്ലെഡുകളിൽ കയറി. അവർ ഒരു വലിയ കുന്നിൻ മുകളിലൂടെ നിശബ്ദമായി താഴേക്ക് പോയി വായുവിലേക്ക് തിളങ്ങുന്ന മഞ്ഞ് തളിച്ചു. അതെ, ബേബി ബോപ്പ് ചിരിച്ചു. വൗ! ബിജെ അലറി. സൂപ്പർ ഡ്യൂപ്പർ! ചിരിച്ചു ബാർണി. നമുക്ക് തിരികെ പോകാനുള്ള സമയമായി. ബാർണി പറഞ്ഞു. ആരെങ്കിലും തണുത്തിട്ടുണ്ടോ? അവരുടെ മൂക്ക് മുതൽ കാൽ വരെ. എന്റെ മൂക്ക് വരെ തണുപ്പാണ്, പക്ഷേ എന്റെ കാൽവിരലുകളല്ല. ബേബി ബോപ്പ് പറഞ്ഞു. എന്റെ കാൽവിരലുകൾ തണുത്തതാണ്, പക്ഷേ എന്റെ മൂക്ക് അല്ല. പിജെ ചിരിച്ചു. പിന്നെ ക്യാബിനിലെത്തുമ്പോൾ നമുക്ക് കളി തുടരാമെന്ന് ഞാൻ കരുതുന്നു. ബാർണി പറഞ്ഞു. താമസിയാതെ എല്ലാവരും മഞ്ഞുമൂടിയ കാട്ടിലൂടെ തിരികെ പോകുകയായിരുന്നു. ക്ലോക്ക് കോപ്പ് ജിങ്കിൾ ജിങ്കിൾ. നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമുക്ക് കുറച്ച് സ്നോമാൻമാരെ നിർമ്മിക്കാൻ കഴിയും, ബിജെ പറഞ്ഞു. ഡബിൾ കോട്ട്. ചില സ്നോ ഗേൾസ് ആകാം. ബേബി ബോബ് ചിരിച്ചു. അത് രസകരമായിരിക്കും, വാർണി പറഞ്ഞു. നമ്മുടെ സ്നോ ആളുകൾക്ക് വസ്ത്രം ധരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പെട്ടി പഴയ വസ്ത്രങ്ങൾ ഞാൻ കണ്ടു. ക്യാബിനിൽ തിരിച്ചെത്തിയപ്പോൾ ബാർണി കുതിരയെ കളപ്പുരയിലേക്ക് കൊണ്ടുപോയി. ബിജയും ബേബി ബോപ്പും പുറത്ത് കാത്തുനിന്നു. എല്ലാ മനോഹരമായ ശൈത്യകാല ശബ്ദങ്ങളും കേട്ടു. കാറ്റ് വിസിൽ മുഴക്കുന്നത് എനിക്ക് കേൾക്കാം, ബിജെ പറഞ്ഞു. ഞാൻ സന്തോഷിക്കുമ്പോൾ വിസിൽ മുഴക്കുന്നതുപോലെ. ബിജെ ഒരു ചെറിയ ട്യൂൺ മുഴക്കി. കാറ്റ് അത് വിസിൽ മുഴക്കി. എനിക്ക് സംഗീതം കേൾക്കാം, ബേബി പോപ്പ് പറഞ്ഞു. അത് ചില ചെറിയ മണികളാണെന്ന് ഞാൻ കരുതുന്നു, പക്ഷേ അത് ശൈത്യകാല കാറ്റിൽ ടിങ്കിൾ ടിങ്കിൾ മുഴങ്ങുന്ന മഞ്ഞുമൂടിയ ശാഖകളുടെ ശബ്ദം മാത്രമായിരുന്നു. ഇപ്പോൾ എന്റെ കളിപ്പാട്ട ഡ്രം പോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, ബിജെ റാട്ടറ്റ് പറഞ്ഞു. അത് ഡ്രം അല്ല, ബാർണി ചിരിച്ചു. അത് ഐസിക്കിളുകളിൽ നിന്ന് വീഴുന്ന വെള്ളത്തുള്ളികളാണ്. അപ്പോൾ ബാർണി മറ്റൊരു ശബ്ദം കേട്ടു. അത് തണുത്ത വായുവിൽ ചിലച്ചുകൊണ്ട് ഇരച്ചുകയറി. ബാർണി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഡബിൾ കോട്ട്. ചെറിയ കൂട്ടുകാരുടെ മൂക്കിൽ നിന്ന് കാൽവിരൽ വരെ തണുക്കുമ്പോൾ പല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദമാണിതെന്ന് ഞാൻ കരുതുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. ചൂടാക്കാൻ അകത്തേക്ക് പോകേണ്ട സമയമായി, ബാർണി പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ സ്നോമാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, വിജയ് വിറയലോടെ പറഞ്ഞു. നമുക്ക് അകത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സുഹൃത്തുക്കൾ ഒറ്റയ്ക്കാകും, ബേബി ബോബ് പറഞ്ഞു. ബാർണി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ആശയം എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവൻ വിജയോടും ബേബി ബോപ്പിനോടും ആശയം മന്ത്രിച്ചു. ഇതുപയോഗിച്ച് പിന്നെ ബാർണിയും വിജയും ബേബി ബോപ്പും മഞ്ഞിൽ നിന്ന് എന്തോ ഉണ്ടാക്കാൻ തുടങ്ങി. അവർ മഞ്ഞ് ഉരുളകളാക്കി. അവർ അത് ഇവിടെ തട്ടി അവിടെ തള്ളി. അല്പം പറ്റിപ്പിടിച്ച് അല്പം തേച്ചു. ഇത് ഒരു നല്ല ആശയമാണ്, ബേബി ബോബ് പറഞ്ഞു. സ്നോ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു, ബിജെ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കൾക്കും അവരെ ഇഷ്ടമാണ്, ബേബി ബോബ് ചിരിച്ചു. ഇപ്പോൾ ഒരു തണുത്ത ശൈത്യകാല ദിനത്തിൽ ആർക്കാണ് ചൂടുള്ള ചോക്ലേറ്റ് വേണ്ടത്? ബാർണി ചോദിച്ചു. അവരെല്ലാം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അവസാനം